വോട്ടെണ്ണി തുടങ്ങാൻ ഏതാണ്ട് 3 മണിക്കൂറിന്റെ അകലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ ആദ്യം എണ്ണുക തപാൽ വോട്ടുകളായിരിക്കും. എനിക്ക് തോന്നുന്നു വിജയൻ ഒരു 8:10 കൂടിയൊക്കെ 8:30-ക്കുള്ളിൽ നമുക്ക് ഒരു ആദ്യ അതിന്റെ ലീഡിന്റെ ഒരു വിവരം നൽകാൻ കഴിയും. അതെ അതെ, തപാൽ വോട്ടുകൾ എണ്ണുന്നു, തൊട്ടു പിന്നാലെ EVM-ലെ വോട്ടും എണ്ണുന്നു. ഇതേതെങ്കിലും തപാൽ വോട്ട് എണ്ണി തീർന്നിട്ടും അത് EVM-ലെ വോട്ടെണ്ണൽ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അനുവദിച്ചിട്ടില്ല, ഒരുമിച്ച് എണ്ണും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8:30-ക്ക് മുമ്പ് തന്നെ ആദ്യ ഫലസൂചന ലഭ്യമായി തുടങ്ങും. പിന്നീട് ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് കുറെ കൂടി വിവരങ്ങൾ വരും. ഒരു 9:30-യോടെ സ്റ്റേബിളായ സൂചനകൾ വരും. അതായത് ട്രെൻഡ് ഉണ്ടെങ്കിൽ, അതായത് വലിയൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 9:15-9:30 അകത്ത് തന്നെ അത് പറയാൻ കഴിയും. അറിയാം. അപ്പോൾ കൗണ്ടിംഗ് സെന്ററുകളിൽ ഇത്തവണ നേരത്തെ തന്നെ കൗണ്ടിംഗ് ഏജന്റുമാരൊക്കെ എത്തണം, അതിന്റെ ജോലി തുടങ്ങണം. എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം കൗണ്ടിംഗ് സെന്ററുകളൊക്കെ ഓപ്പൺ ചെയ്തു തുടങ്ങും. അവിടേക്കായിരിക്കും ഇനിയുള്ള ശ്രദ്ധ മുഴുവൻ എത്തുക. അപ്പോൾ ജനവിധി ഇന്നറിയാം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ വേണ്ടിയാണ്. 543 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം മറികടന്ന് BJP വലിയ മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവെക്കുമോ? 2014-ലെയും 2019-ലെയും തന്നെ അനുഭവമായിരിക്കും രാജ്യത്തിനുണ്ടാകാൻ പോകുന്നത്. NDAക്ക് വലിയ മുന്നേറ്റം, ഒരു കുതിച്ചുചാട്ടം പ്രവചിക്കപ്പെടുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ് ഇപ്പോഴുള്ളത്. അതേസമയം തന്നെ ആത്മവിശ്വാസം ഒട്ടും കൈവിടാതെ, പ്രതീക്ഷ ഒട്ടും കൈവിടാതെ ഇന്ത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. രാജ്യം ഒന്നാകെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അനുനിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാജിക് സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകർക്ക് മുഴുവൻ വിവരങ്ങളും ഒറ്റ നോട്ടത്തിൽ, അതായത് സംസ്ഥാനങ്ങളിലെ മുന്നണികളുടെ പ്രകടനം ഏത് നിലയിലാണ്, രാജ്യത്തിന്റെ ഒന്നാകെയുള്ള ചിത്രം എന്താണ്, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരുടെ മികച്ച പ്രകടനമാണ് നമ്മൾ കാണാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ്, ഇങ്ങനെ മുഴുവൻ വിവരങ്ങളും ഒറ്റ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും എന്നതാണ് 24ന്റെ മാജിക് സ്ക്രീനിന്റെ സവിശേഷത. ഇനിയുള്ള മണിക്കൂറുകളിൽ അനുനിമിഷം വരുന്ന ലീഡ് നില അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ വളരെ ലളിതമായ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സരസമായ ഒരു കമന്ററി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. SKN, S വിജയകുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന ടീമായിരിക്കും ആ കമന്ററി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. പതിവ് പോലെ തന്നെ 24ന്റെ ഈ കൗണ്ടിംഗ് ഡേ സ്പെഷ്യലിൽ പ്രേക്ഷകരുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. RK, വോട്ടെണ്ണി തുടങ്ങാൻ ഇനി ഏതാണ്ട് 3 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. മുന്നണികൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്? പ്രത്യേകിച്ച് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ NDA അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നിലനിൽക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് BJP ക്യാമ്പ് കടക്കുന്നു. എന്താണ് ഇന്ത്യ സഖ്യത്തിന് പറയാനുള്ളത്? വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് RK? ഗോപി, നമുക്ക് സരസമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള നേതാക്കന്മാരുടെ, അത് 2 വിഭാഗത്തിലെ നേതാക്കന്മാരുടെ ചങ്കിടിപ്പ് ഡൽഹിയിലെ ഏതാണ്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നു എന്ന് പറയാം വേണമെങ്കിൽ. ആ വിധത്തിലാണ് നാടകീയമായിട്ടുള്ള നീക്കങ്ങളും അവരുടെ ജിജ്ഞാസയും ഒക്കെ നിലനിൽക്കുന്നത്. 2 മുന്നണികളെ സംബന്ധിച്ചും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കുപരി അവരുടേതായിട്ടുള്ള ആശങ്കകളുമുണ്ട്. ആ ആശങ്കകളുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഈ 2 മുന്നണികളും അവരുടെ സംഘടനകൾക്കുള്ളിൽ നടത്തിയിരിക്കുന്ന വിശകലനങ്ങളാണ്. ആ വിശകലനങ്ങൾ അവർ മുൻപ് കണക്കാക്കിയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫലത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം ചില തിരിച്ചടികളുടെ സൂചനകൾ നൽകുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ അവലോകനം ചെയ്യുന്നത്. ഇന്ത്യ മുന്നണിയും ഒപ്പം BJPയും. BJPക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് അവർ കരുതുന്നു. പക്ഷേ അധികാരത്തിൽ തുടരുക എന്നുള്ളതല്ല അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. മറിച്ച് 400-നോടടുത്തുള്ള സീറ്റ് അവർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രപരമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സഭയിൽ വളരെ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. അത് ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം അവർ ലക്ഷ്യമിട്ടത്. അത് ലഭിക്കുമോ എന്നത് ആണ് അവരെ ആശങ്കയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്കും ആഘോഷത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു ഇന്നലെ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കർത്തവ്യപഥിലൊക്കെ ഇന്ന് ഈ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു റാലിയൊക്കെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. മറുവശത്ത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി പറയുന്നത് ഈ കാണുന്ന കാര്യങ്ങളൊന്നും, ഈ കാണുന്ന ജുംല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ വിധത്തിലുള്ള പ്രകടനങ്ങളൊന്നും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല. മറിച്ച് എക്സാക്ട് പോൾ എന്നുള്ളത് ജനവിധിയാണ്. ആ വിധി വരുമ്പോൾ ഇന്ത്യ മുന്നണി വിജയിക്കും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. 300 അടുത്തുള്ള സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തും. നരേന്ദ്രമോദി സർക്കാർ ഈ ദിവസത്തിൽ അപ്രസക്തമായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കും രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും നടക്കുന്ന ആശയവിനിമയങ്ങളാണ്. രണ്ട് മുന്നണികളും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടികളായിട്ടുള്ള BJPയും കോൺഗ്രസും മറുപക്ഷത്ത് നിന്ന് സാധിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലേക്ക് എത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അനുകൂലമായിട്ടുള്ള സാഹചര്യം വരികയാണെങ്കിൽ തങ്ങളോടൊപ്പം സഹകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ വിഭാഗങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ച അവരവരുടെ ഫ്ലോർ മാനേജർമാർ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകകക്ഷി നേതാക്കന്മാർ അനൗദ്യോഗികമായിട്ട് ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു അഗ്നിപരീക്ഷണമാണ്, ജീവൻ മരണ പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് എതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ, നിയന്ത്രണങ്ങൾ, ഇൻകം ടാക്സിന്റെ അടക്കമുള്ള നിയന്ത്രണങ്ങൾ അതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയം വരിക്കാനായി സാധിച്ചാൽ അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ധാർമ്മികമായും രാഷ്ട്രീയമായും അവർക്ക് ഒരു വലിയ വിജയവും മേൽക്കൈയായിരിക്കും നൽകുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ, സോണിയാഗാന്ധി അടക്കമുള്ളവർ ഇന്നലെയും പ്രകടിപ്പിക്കുന്നത് വിജയിക്കാനായിട്ട് സാധിക്കും, മികച്ച രീതിയിൽ അധികാരത്തിലേക്ക് മടങ്ങിയെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നരേന്ദ്രമോദി ഇന്നലെ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്തിരുന്നു. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ BJPയുടെ ദേശീയ നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഈ എക്സിറ്റ് പോൾ എന്നുള്ളത് ഒരു അവസാന ഫല സൂചനയായി കണക്കാക്കാതെ കാര്യങ്ങൾ അനുകൂലമാക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകണം. ആവശ്യമെങ്കിൽ പ്ലാൻ ബി, BJPയുടെ പ്ലാൻ ബി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വേഗത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഈ ഫലസൂചനകൾ കണ്ടു തുടങ്ങിയാലുടൻ സ്വീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഫലം വന്നു തുടങ്ങുന്നതിനും തുടർച്ചയായിട്ട് തന്നെ BJPയുടെ ദേശീയ നേതാക്കളുടെ ഓൺലൈൻ യോഗം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് കാര്യങ്ങൾ അവലോകനം ചെയ്യുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. സാഹചര്യം അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണോ ഏത് മുന്നണിക്കാണോ സാഹചര്യം അനുകൂലമാകുന്നത് എന്നുണ്ടെങ്കിൽ ആ മുന്നണി വൈകിട്ട് 4 മണിയോടുകൂടി അവരുടെ യോഗം ചേരും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയാണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, അങ്ങനെ യോഗം ചേർന്ന് തുടർന്ന് എങ്ങനെയായിരിക്കും നയ സമീപനങ്ങൾ എന്നത് പ്രഖ്യാപിക്കും. വലിയ ആഘോഷത്തിനാണ് രണ്ട് മുന്നണികളും തയ്യാറെടുത്തിരിക്കുന്നത്. വലിയ ആഘോഷത്തിനാണ്. ഡൽഹിയിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പല കോണുകളിൽ നടത്തി തയ്യാറെടുത്തിരിക്കുകയാണ്. വോട്ടെണ്ണി കഴിയുക, ഫലം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന സൂചന ലഭിക്കുക, ആഘോഷങ്ങൾ തുടങ്ങുക, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ പുരോഗമിക്കുകയാണ്. രാജ്യമാകെ കാത്തു നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി അത് ജനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇരു മുന്നണികളും വളരെ പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാത്തിരിക്കുകയാണ്. NDA സംബന്ധിച്ച് BJP അവരുടെ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മാത്രം ആശ്രയിച്ച് അമിതമായ ആത്മവിശ്വാസത്തിൽ നിൽക്കേണ്ട, അതേസമയം തന്നെ വിജയ പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് NDA നിൽക്കുന്നത്. കാരണം ഇതിന് തുടർച്ചയായി ഈ അധികാരത്തിൽ ഏറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്കൊക്കെ BJP കടന്നു കഴിഞ്ഞു. അത്തരം ആലോചനകളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നതാണ് രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ടെണ്ണി തുടങ്ങുക 8 മണിക്കായിരിക്കും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 കൂടിയായിരിക്കും EVM-ലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. ക്ഷമിക്കണം. നമുക്ക് തിരുവനന്തപുരത്ത് അതിനു മുമ്പ് നമുക്ക് നമ്മളുടെ സ്ക്രീൻ ഇതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു,
കേരളത്തിന്റെ ടാലി എന്ത്, 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ലീഡ് നില എന്ത്, ആര് മുന്നിൽ എന്നതടക്കം മുഴുവൻ വിവരങ്ങളും ഒറ്റ നോട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഞങ്ങളുടെ മാജിക് സ്ക്രീൻ. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുക. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കണ്ണിമച്ചിമാതെ നോക്കിയിരുന്നാൽ മതി, മുഴുവൻ വിവരങ്ങളും കിട്ടും. എല്ലാ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട്, രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, രാജ്യത്തെ വിവിധ മുന്നണികളുടെ ലീഡ് നില എങ്ങനെ, ഒപ്പം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും കണക്കൊട്ട സ്ക്രീനിൽ ഒരുമിച്ച് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഇത് കൂടാതെ പ്രധാനപ്പെട്ട നേതാക്കൾ ആര് മുന്നിൽ ആര് പിന്നിൽ, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതും ഈ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് നോക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാതെ, ഒരു സങ്കീർണതയും ഇല്ലാതെ മുഴുവൻ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് ഒരു സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ അത് ചെയ്യുകയും പ്രേക്ഷകർ അത് സ്വീകരിക്കുകയും ചെയ്തു എന്നത് ഞങ്ങൾക്കറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുന്നുണ്ട്. വ്യക്തതയോടെ, വളരെ ക്ലാരിറ്റിയോടെ മുഴുവൻ വിവരങ്ങളും ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകർക്ക് കിട്ടും. രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, മുന്നണികളുടെ വോട്ട് നില, ആരൊക്കെ മുന്നിൽ ആരൊക്കെ പിന്നിൽ, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും നില എന്ത്, ഇത് മുഴുവൻ ഈ സ്ക്രീനിലെ ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകർക്ക് ലഭിക്കും. ഇതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതെ, 24ന്റെ മാജിക് സ്ക്രീൻ ആണ് എസ് വിജയകുമാർ ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. അതിന്റെ ടോപ്പ് ബാൻഡിൽ, അതിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലെ സീറ്റ് നില വരുമ്പോൾ NDAക്ക് എത്ര, ഇന്ത്യ സഖ്യത്തിന് എത്ര, മറ്റുള്ളവർക്ക് എത്ര എന്നത് വളരെ വ്യക്തതയോടുകൂടി, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയേണ്ടത് രാജ്യം ആര് ഭരിക്കാൻ പോകുന്നു എന്നതാണ്. ആ നമ്പർ ആയിരിക്കും, ആ കണക്കുകളാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ കാണാൻ കഴിയുക. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആകെയുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ NDAക്ക് നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്. ആ 1 എന്നത് സൂറത്തിൽ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ ജയിച്ച കാര്യം നിങ്ങൾക്കറിയാം. ആ ഒരു സീറ്റ്, NDAക്കുള്ള ആ ഒരു സീറ്റാണ് 1 എന്ന് നമ്മളിപ്പോൾ ടോപ്പ് ബാൻഡിൽ, അതായത് ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത്. ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ 000 എന്ന് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒന്നും നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. വോട്ട് നില അനുസരിച്ച് ആരാണ് മുന്നിലേക്ക് വരുന്നത്, ഈ രാജ്യം ആര് ഭരിക്കാൻ പോകുന്നു എന്ന ആദ്യ സൂചനകൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. നിങ്ങളുടെ കണ്ണുകൾ നേരെ മുകളിലേക്ക് 24ന്റെ മാജിക് സ്ക്രീനിന്റെ മുകളിലേക്ക് പോയാൽ മതി, അവിടെ നിങ്ങൾക്ക് ആ കണക്കുകൾ നിങ്ങൾക്ക് കിട്ടും. തൊട്ടു താഴെ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ എന്നതാണ്. അതിൽ ഒറ്റ നോട്ടത്തിൽ UDFന് എത്ര, LDFന് എത്ര, NDAക്ക് സീറ്റ് ഉണ്ടെങ്കിൽ അതെത്ര എന്നത് നിങ്ങൾക്ക് തൊട്ടു താഴെ, ഇന്ത്യയുടെ ആദ്യത്തെ കണക്ക് 543 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിന് തൊട്ടു താഴെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരേ നോട്ടത്തിൽ ഇന്ത്യയിൽ എത്ര പേർ, ആരാണ് മുന്നിൽ നിൽക്കുന്നത്, ഏത് മുന്നണിയാണെന്ന് നിങ്ങൾക്ക് കാണാം. തൊട്ട് ഒന്ന് നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ കണക്കറിയാം. ഇനി മണ്ഡലം തിരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം. നമ്മുടെ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏത് മുന്നണിയാണ് മുന്നിൽ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതാത് ലോക്സഭാ മണ്ഡലങ്ങളുടെ കണക്കും ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇനി അതല്ല, ഏത് സംസ്ഥാനങ്ങളിൽ, ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം ഉത്തർപ്രദേശ് പിടിച്ചു കഴിഞ്ഞാൽ അവരാണ് രാജ്യം ഭരിക്കുക എന്ന കീഴ്വഴക്കമുണ്ട്. അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ വലത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ മതി. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം, സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ കഴിയും. അങ്ങനെ രാജ്യത്തിന്റെ പൊതുചിത്രം നിങ്ങൾക്ക് ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഏതൊക്കെ മുന്നണികൾക്ക് എത്ര സീറ്റ്, ആരൊക്കെ മുന്നിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓരോ മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ കേരളത്തിലേത് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കാം. സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം, സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് മുന്നണികളുടെ പ്രകടനം എന്നത് സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഫലവും സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ മുഴുവൻ വിവരങ്ങളും സമഗ്രമായി, ഒരു തരത്തിലുമുള്ള സങ്കീർണതകളില്ലാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാജിക് സ്ക്രീനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. ഷഫീദ് റാവുത്തർ തയ്യാറായിട്ടുണ്ട്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്, സർവോദയം സ്കൂളിലെ ഒരു സ്ട്രോങ് റൂമിന് മുന്നിലാണ് ഷഫീദ് റാവുത്തർ ഉള്ളത്. ഷഫീദ്, നേരത്തെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രം തുറക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇത്തവണ ക്രമീകരണങ്ങളൊക്കെ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? കൗണ്ടിംഗ് ഏജന്റുമാർ, മറ്റു ഉദ്യോഗസ്ഥർ അവരൊക്കെ എപ്പോഴവിടെ എത്തും? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷഫീദ്?
ഗുഡ് മോർണിംഗ് വിജയകുമാർ, ഗോപികൃഷ്ണൻ. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമും കൗണ്ടിംഗ് സെന്ററുമായിട്ടുള്ള സർവോദയ വിദ്യാലയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വലിയ രാഷ്ട്രീയ ആകാംക്ഷ എക്സിറ്റ് പോളുകൾക്ക് ശേഷം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. കാരണം BJP അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോളുകൾ പ്രവചിച്ച തിരുവനന്തപുരം 4 മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ഒരു കൗണ്ടിംഗ് സെന്ററിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൃത്യം 5:30 തന്നെ വിജയകുമാർ ഈ സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങും. രാവിലെ 8 മണിക്കായിരിക്കും വോട്ട് എണ്ണി തുടങ്ങുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. 8:30-ക്കായിരിക്കും EVM വോട്ടുകൾ എണ്ണി തുടങ്ങുക. 11 ലൊക്കേഷനുകൾ, അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഈ കൗണ്ടിംഗ് സെന്റർ, അത് ഈ മാറിവാനൂസിലെ പല കെട്ടിടങ്ങളിലാണ്. 11 ലൊക്കേഷനുകളായി നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ 16 വോട്ടെണ്ണൽ ഹാളുകളാണുള്ളത്. ഓരോ ഹാളിലും 10 മുതൽ 14 വരെ വോട്ടെണ്ണൽ മേശകൾ ഉണ്ടാകും. ഓരോ റൗണ്ട് എണ്ണി കഴിയുമ്പോഴും ലീഡ് നില പുറത്തുവിടും. ബൂത്തുകളുടെയും അതേപോലെ തന്നെ വോട്ടെണ്ണൽ മേശകളുടെയും എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 10 മുതൽ 20 റൗണ്ടുകൾ വരെ വേണ്ടിവരുമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ EVMകൾ ഉച്ചയോടെ എണ്ണിക്കഴിയുമ്പോൾ തന്നെ വിജയ് ആരാണെന്ന് നമുക്കറിയാം. ഏതാണ്ട് 9 മണിയോടുകൂടി ആദ്യഘട്ട ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. ഈ മെഷീൻ എണ്ണി കഴിഞ്ഞ ശേഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5 ബൂത്തുകൾ വീതം നറുക്കിട്ടെടുക്കും. അവിടുത്തെ VVPAT കൂടി എണ്ണിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ഈ VVPATലെയും മെഷീനിലെയും കണക്കുകൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ VVPAT 2 വട്ടം കൂടി എണ്ണും. VVPATലെ കണക്കാണ് അന്തിമമായ. ഏതായാലും വൈകിട്ട് 6-ന് ശേഷമായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാവുക. അതേസമയം നമുക്കൊരു 9 മണിയോടുകൂടി ഇക്കാര്യത്തിലെ ട്രെൻഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിപുലമായ ഒരുക്കങ്ങൾ അത് ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് മുൻപ് അറിയുന്ന ഉപഭരണാധികാരികളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണലിന് നേതൃത്വം നൽകുക. ഈ നടപടിക്രമങ്ങൾ സുഗമമാക്കാനായി ടാബുലേഷൻ, IT ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കാൻ പ്രത്യേക നോഡൽ ഓഫീസർമാരും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. വിജയകുമാർ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സ്ട്രോങ് റൂമിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ അത് ഇവിടേക്കായിരിക്കും എത്തിക്കുക. ഇവിടെ വെച്ചായിരിക്കും പിന്നീട് കൗണ്ടിംഗ് ടേബിളുകളിലേക്ക്, ടാബുലേഷന് ശേഷം കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ ആകാംക്ഷ നിറഞ്ഞൊരു മണ്ഡലമാണ്. BJPയുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്ന 4 സീറ്റുകളിൽ അതിൽ 2 എണ്ണം തിരുവനന്തപുരമാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 5:30 കൃത്യം 5:30 സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണി തുടങ്ങുക. ഏതാണ്ട് 9 മണിയോടുകൂടി നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലാകും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വിജയകുമാർ, ഈ അവസാന ഘട്ടം വരെ വലിയ ആകാംക്ഷ നിലനിർത്തുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു മണ്ഡലമായിരിക്കും ഏത് വിജയ് ആരാണെന്നുള്ളത് ഗതി നിർണ്ണയിക്കുക. പ്രത്യേകിച്ച് നേമം, കോവളം, പാറശാല, നെയ്യാറ്റിൻകര പോലെയുള്ള ട്രെൻഡുകൾ നിശ്ചയിക്കുന്ന മണ്ഡലം കൂടി തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇക്കുറി ഈ വോട്ടിംഗ് ശതമാനം കുറവായത്, പോളിംഗ് ശതമാനം കുറവായത് സ്വാഭാവികമായും അടിയൊഴുക്കുകൾ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് വലിയ അടിയൊഴുക്കുകളുടെ മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ അടിയൊഴുക്കുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ദിശാസൂചിക പോലും നിശ്ചയിക്കാൻ കഴിയാത്തത്ര കടുപ്പത്തിലേക്ക് മത്സരങ്ങൾ പോയിരുന്നു. ഏതായാലും ആ ആകാംക്ഷകൾക്കൊക്കെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി കാത്തിരിക്കേണ്ടി വരിക. വിജയകുമാർ. യെസ്, ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കൗണ്ടിംഗ് സെന്ററിൽ. ഇനിയിപ്പോൾ കൗണ്ടിംഗ് സെന്ററിലെ സ്ട്രോങ് റൂമുകൾ തുറക്കണം. അത് കഴിഞ്ഞാൽ ടേബിളുകളിലേക്ക് EVMകൾ എത്തിക്കണം. 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങും. തൊട്ടു പിന്നാലെ EVMലെ വോട്ടും എണ്ണും. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തൊക്കെ ട്രെൻഡ് 9 മണിയോടെ വരും എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കുറച്ച് സങ്കീർണമായ രാഷ്ട്രീയ സ്വഭാവം ഉള്ളതുകൊണ്ട് അവസാന വോട്ടും എണ്ണണം അവിടുത്തെ ഒരു സ്ഥിതി അറിയണമെങ്കിൽ. അപ്പോൾ 1-2 റൗണ്ടിൽ എന്തെങ്കിലും സൂചനകൾ നൽകുന്നതാകണമെന്നില്ല. തിരുവനന്തപുരമോ ആറ്റിങ്ങലോ അല്ലെ പത്തനംതിട്ടയോ അങ്ങനെയുള്ള പല മണ്ഡലങ്ങളും അവിടെയൊക്കെ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് കൊണ്ട് തന്നെ അല്ലേ. അതാണ് ഷഫീദ് പറഞ്ഞതും. കാരണം അവിടെ നമുക്ക് അത്ര എളുപ്പത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. അവസാന വോട്ട് എണ്ണി കഴിയുന്നവർ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ശരി, നമുക്ക് പ്രേക്ഷകരോട് നമ്മൾ മാജിക് സ്ക്രീനിനെ കുറിച്ച് പറഞ്ഞു വിജയൻ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് സ്ട്രെങ്ത് കൂടി നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ടതാണ്. കാരണം 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും അവിടുത്തെ രാഷ്ട്രീയ ട്രെൻഡ് എന്താണ്, വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ എങ്ങോട്ടേക്കാണ് ഈ മണ്ഡലം സഞ്ചരിക്കുന്നത് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ അണിചേരും. അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് നിർണായകമായ പോരാട്ടം നടക്കുന്ന, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാകും. അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലം, അതിൻ്റെ ഓരോ നിമിഷത്തെയും അവിടുത്തെ ഡെവലപ്മെന്റ്സ്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്, രാഷ്ട്രീയമായ നീക്കങ്ങൾ എന്തൊക്കെയാണ്, ചലനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് 24ന്റെ മാജിക് സ്ക്രീനിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികളെ കാണാം. അവർ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരും ഈ കൗണ്ടിംഗ് ഡേയിൽ.
നമ്മൾ നേരെ പോകുന്ന ഉത്തർപ്രദേശിലെ വിവരങ്ങളുമായിട്ടാണ്. അവിടെ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, യു പി വളരെ ക്രൂഷ്യൽ സ്റ്റേറ്റ് ആണ്. 80 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. യു പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നതാണ് ഒരു രാഷ്ട്രീയ പറച്ചിൽ തന്നെ. അപ്പോൾ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷകളെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ കേവലമായ ചോദ്യങ്ങൾ മാത്രമാണ്. എന്താണ് ബൽറാമിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? യു പിയിലെ നേതാക്കളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ വിലയിരുത്തൽ എന്താണ്? അവരുടെ പ്രതികരണങ്ങൾ ഏറ്റവും ഒടുവിൽ വന്നത്? ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ. വിജയകുമാർ, ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ ഉത്തർപ്രദേശിലെ നേതാക്കൾ ഈ ഒരു എക്സിറ്റ് പോളുകളെ അനുസരിച്ച ഒരു വിധി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും NDAയുടെ ഭാഗമായ അല്ലെങ്കിൽ BJP നേതാക്കൾ തന്നെ കഴിഞ്ഞ തവണ 62 സീറ്റുകൾ BJP സംസ്ഥാനത്ത് നേടിയിരുന്നു. 2014 അത് 73 ആയിരുന്നു. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിക്കുന്നത്. BJPക്ക് 64-നും 71-നും ഇടയ്ക്ക് സീറ്റുകൾ സംസ്ഥാനത്ത് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ വിജയാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. പ്രധാനമായും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സംസ്ഥാന ഭരണം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ BJP നിലനിർത്തിയ സംസ്ഥാനമാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് അഭിമാന പോരാട്ടമാണ്. ഇവ രണ്ടുകൊണ്ടുമല്ല, ഏറ്റവും പ്രധാനമായി ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ ഒരു പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് തന്നെ 80-ൽ 80 എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് BJP കാലെടുത്ത് വെച്ചത്. അതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും BJP ചെയ്തിരുന്നു. പ്രധാനമായും കഴിഞ്ഞ തവണ തോറ്റുപോയ സീറ്റുകൾ, രണ്ടാം സ്ഥാനത്ത് വന്ന സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ തന്നെ നിശ്ചയിച്ച് പ്രചരണം നടത്തുന്നത് അടക്കമുള്ള തന്ത്രങ്ങൾ ഇത്തവണ BJP നടപ്പാക്കിയിരുന്നു. താഴെത്തട്ടിൽ പ്രചരണത്തിനായുള്ള കൃത്യമായ ക്രമം അത് ക്രമീകരിക്കുകയും പ്രചരണത്തിനായി ആളുകളെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ BJPക്കുണ്ട്. എന്നാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എക്സിറ്റ് പോളുകൾ ഒരു ഘട്ടത്തിലും ശരിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമായും അഖിലേഷ് യാദവ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ എക്സിറ്റ് പോളുകളിൽ സംശയം പ്രകടിപ്പിച്ച് അതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ടും പറഞ്ഞത് എക്സിറ്റ് പോളുകൾ ഈ ഓഹരി വിപണിക്ക് ചില ആളുകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു വ്യായാമം മാത്രമാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിലയിരുത്തൽ ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ പ്രചരണം സമാജ്വാദി പാർട്ടി കോൺഗ്രസും നടത്തിയിട്ടുണ്ട് ഇത്തവണ ഉത്തർപ്രദേശിൽ എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധി അമേത്തി റായ്ബറേലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാഴ്ചയിലേറെ പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കിഴക്കൻ ഉത്തർപ്രദേശിലെ ഇളക്കിമറിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പകുതി പിന്നിടുന്ന ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ 30ഓളം സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന ആയിരുന്നു ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടിയിരുന്നതെങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടം ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തൽ ഈ ഇന്ത്യ മുന്നണിക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉൾപ്പെടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം വലിയ ഒരു വിജയം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് അഖിലേഷ് യാദവ് പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയാണ്. ഈ ഘട്ടത്തിൽ വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന BJPയുടെ സംഘടനാ സംവിധാനം വളരെ കൃത്യമാണ്. സംസ്ഥാനത്ത് ആഘോഷങ്ങൾക്ക് അടക്കമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണി അണികൾക്ക് നൽകിയിരിക്കുന്നത് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ജാഗ്രതയോടെ ഇരിക്കാനുള്ള നിർദ്ദേശം കൗണ്ടിംഗ് ഏജന്റുമാർക്കും അണികൾക്കും നൽകിയിരിക്കുന്നു. ഈ വോട്ടെണ്ണലിൻ്റെ ഘട്ടങ്ങളിൽ ഓരോന്നിലും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നും ഇതോടൊപ്പം തന്നെ നേരത്തെ നൽകിയ ഈ VVPAT അല്ലെങ്കിൽ അടക്കമുള്ള യന്ത്രങ്ങളുടെ വിവരങ്ങൾ അത് ഈ വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഒത്തുനോക്കണം കൃത്യമായി എന്നും എന്തെങ്കിലും വ്യത്യാസം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് രേഖാമൂലം പരാതി നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി താഴെത്തട്ടിൽ നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരുക്കങ്ങളെല്ലാമായാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഇരു മുന്നണികളും ഈ വോട്ടെണ്ണലിനായി കാത്തു നിൽക്കുന്നത്.
വിജയകുമാർ, ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് ഉത്തർപ്രദേശിൽ നിന്ന്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യ സഖ്യം കരുതി വയ്ക്കുന്നുണ്ട്. കാരണം എക്സിറ്റ് പോൾ ഫല സൂചനകളൊക്കെ തന്നെ NDAക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുന്ന ഇടമാണ് ഉത്തർപ്രദേശ്. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നു അവർ രാജ്യം ഭരിക്കും എന്നതൊരു കീഴ്വഴക്കമായി ഉണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോഴും ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നാണ്. ഇന്ത്യ മുന്നണി 20-25 സീറ്റുകൾ വരെ പിടിക്കുമെന്നാണ് അവരിപ്പോഴും പറയുന്നത്. BJP എക്സിറ്റ് പോളുകൾക്ക് ശേഷം അവരുടെ ആത്മവിശ്വാസം ഏതാണ്ട് 75 സീറ്റ് വരെ അപ്പോൾ ഉള്ളത് അതിലും കൂടുമെന്നാണ് BJP ക്യാമ്പ് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അത്തരം മനക്കണക്കിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടെന്ന് തോന്നുന്നു. ശരി, നമുക്കിനി മഹാരാഷ്ട്രയിലേക്ക് മറ്റൊരു നിർണായക സംസ്ഥാനം, വളരെ നിർണായകമായ സംസ്ഥാനം. മാത്രമല്ല എക്സിറ്റ് പോൾ ഫലമൊക്കെ NDAക്ക് ഏതാണ്ട് 41 സീറ്റ് വരെ പ്രവചിച്ചിട്ടുള്ള ഇടമാണ്. നമുക്കറിയാം ശിവസേനയിലെ ഒരു വിഭാഗം കൂറുമാറി BJPക്കൊപ്പം ചേർന്ന് ഭരിക്കുന്ന ഇടമാണ് മഹാരാഷ്ട്ര. അവിടെ 48 സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. 41 NDAക്ക് കിട്ടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണി അവിടെ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നിട്ടുണ്ട്. എന്താണ് മഹാരാഷ്ട്രയിലെ സാഹചര്യം? ഈ വോട്ടെണ്ണലിലേക്ക് നമ്മൾ കടക്കുന്ന ഈ സന്ദർഭത്തിൽ നോക്കാം. ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള മഹാരാഷ്ട്രയിൽ മുന്നണികളുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ വോട്ടെണ്ണാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ ഇപ്പോൾ തരാൻ കഴിയുന്നത്? വിജയകുമാർ, ഗോപി, ഞാനിപ്പോൾ ഉള്ളത് ഒരു കൗണ്ടിംഗ് സെന്ററിന് മുന്നിലാണ്. മുംബൈയിലെ ഷിവ്ഡിയിലാണ് ഞാനുള്ളത്. ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ 3 ഇടങ്ങളിലാണ് കൗണ്ടിംഗ് സെന്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതായാലും 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ ഇവിടെയും ആരംഭിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അവസാനഘട്ട സുരക്ഷാ പരിശോധനയും മറ്റുമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 289 ഹാളുകളിലായി 4309 കൗണ്ടിംഗ് ടേബിളുകളാണ് മഹാരാഷ്ട്രയിൽ ആകെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 1,1451 EVM പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 5,70,00,000 ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, ആർക്ക് ഭൂരിപക്ഷം നൽകാനാണ് തീരുമാനിച്ചത് എന്ന കാര്യമൊക്കെ അറിയാൻ പോകുന്നത്. ഏതായാലും 2 വിഭാഗങ്ങളും 2 മുന്നണികളും BJP നയിക്കുന്ന NDA ആയാലും കോൺഗ്രസിനൊപ്പമുള്ള ഇന്ത്യ മുന്നണി ആയാൽ പോലും 2 പേരും വലിയ ആത്മവിശ്വാസം ഈ അവസാന ഘട്ടത്തിലും പുലർത്തുന്നുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ 2 തരത്തിൽ വന്നതുകൊണ്ടാണ്. ദേശീയ തലത്തിലെ ചാനലുകളും ഏജൻസികളും മറ്റും വലിയ മുൻതൂക്കം BJPക്ക് പ്രവചിക്കുമ്പോൾ സംസ്ഥാനത്തിനകത്തുള്ള പോൾസ്ട്രാറ്റ് പോലെ TV9 പോൾസ്ട്രാറ്റ് പോലെയുള്ള ഏജൻസികൾ, ചാനലുകളൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയ മുൻതൂക്കം പ്രഖ്യാപിക്കുന്നുണ്ട്. പോൾസ്ട്രാറ്റ് സർവേ ഫലത്തിൽ 25 സീറ്റ് വരെ ഇന്ത്യ മുന്നണി നേടാമെന്നതാണ്. അതായത് 23 സീറ്റിലേക്ക് BJP ഒതുങ്ങും. അങ്ങനെ വന്നാൽ അത് വലിയ ഒരു നേട്ടമായി ഇന്ത്യ മുന്നണിക്ക് കണക്കാക്കാം. കാരണം 45-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നതാണ് NDAയുടെ അവകാശവാദം, അവരുടെ പ്രതീക്ഷ. പക്ഷേ അവിടെ നിന്ന് അവരെ വലിയൊരു കുറഞ്ഞ സംഖ്യയിലേക്ക് കുറയ്ക്കാൻ കഴിയുന്നു എന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു നേട്ടമാകും. അത്തരത്തിൽ ഫലം വന്നാൽ അത് ഉദ്ധവ് ക്യാമ്പിനൊക്കെ തന്നെ പ്രത്യേകമായി, ശരത് പവാറിനും ഉദ്ധവ് താക്കറേക്കും അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കിട്ടുന്ന ഒരു വലിയ ബൂസ്റ്റായി അത് മാറുകയും ചെയ്യും. അതല്ല മറിച്ചാണ് സർവേ ഫലമെങ്കിൽ ഈ 2 പാർട്ടികളുടെയും മുന്നോട്ടുള്ള പോക്കിനെ പോലും അത് ഗുരുതരമായി തന്നെ ബാധിക്കും. മുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കും എന്നുള്ള ചില പ്രതികരണങ്ങൾ BJP ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നവനീത് റാണയുടെ ഭർത്താവ് രവി റാണെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം ഉദ്ധവ് ഒരുപക്ഷെ 10 ദിവസത്തിനകം BJP പാളയത്തിലേക്ക് പോയേക്കുമെന്നുള്ള പ്രസ്താവനകൾ പോലും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ മഹാരാഷ്ട്രയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് അല്പസമയത്തിനകം തന്നെ വന്നു തുടങ്ങേണ്ടത്. യെസ്, മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ യഥാർത്ഥ ശിവസേന ആര് എന്ന് ജനം തീരുമാനിക്കാൻ പോകുന്നു. യഥാർത്ഥ NCP ആരുടെ ഒപ്പം എന്നത് ജനം തീരുമാനിക്കാൻ പോകുന്നു. അങ്ങനെ ശിവസേനയും NCPയും ഒക്കെ പിളർന്ന് 2 ഭാഗങ്ങളായി നിൽക്കുന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ധവ് താക്കറെ, ശരത് പവാർ, അജിത് പവാർ, ഷിൻഡെ ഇവരുടെയൊക്കെ ജനസ്വാധീനം എത്രത്തോളം ഇപ്പോഴുണ്ട് എന്ന് അളക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒപ്പം NDAക്ക് കഴിഞ്ഞ തവണത്തെ സ്വീപ്പ് ചെയ്ത തൂത്തുവാരിയ പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ പറ്റുമോ എന്ന വലിയ ചോദ്യമുണ്ട്. ഇന്ത്യ സഖ്യം തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. അങ്ങനെ മഹാരാഷ്ട്ര അവരെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ സഖ്യം കരുതുന്നുണ്ട്. അവിടെ നിന്നുള്ള ഫലസൂചനകൾ തന്നെ വളരെ നിർണായകമാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിൻ്റെ ചില പ്രധാന സൂചനകൾ ലഭിക്കുകയും ചെയ്യും മുംബൈയിൽ നിന്ന്. നമുക്കിനി നിതിൻ അംബുജൻ ഉണ്ട് ബംഗാളിൽ നിന്ന്. നിതിൻ, പശ്ചിമ ബംഗാളിലെ സ്ഥിതി ഇപ്പോൾ ഈ തൃണമൂലിനെതിരായിട്ടുള്ള ഒരു വികാരം
ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. ഒരു ഭരണവിരുദ്ധ വികാരമായിരിക്കും ഇത്തവണ എക്സിറ്റ് പോളിൽ പറയുന്നത്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും, അത് NDAക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊക്കെയാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപി വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലെ നേതാജി ഇൻഡസ്ട്രിയുടെ മുന്നിലുള്ള വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വോട്ടെണ്ണൽ കേന്ദ്രമാണ്. സംസ്ഥാനത്താകെ 55 വോട്ടെണ്ണൽ കേന്ദ്രമുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷ ഒരുക്കി തന്നെയാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയും വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി 2.25 മണിക്കൂർ കൊണ്ട് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 9 മണിയോടെ തന്നെ സംസ്ഥാനത്തിന്റെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ജനവിധി ബംഗാളിന്റേതാണ്. എന്താകും ബംഗാളിന്റെ ജനവിധി എന്നത് വലിയ നിർണായകമാണ്. പ്രത്യേകിച്ചും BJPക്കെതിരെ ഒരു ഇന്ത്യ സഖ്യം, BJPക്കെതിരെയുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇന്ത്യ സഖ്യം ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസും CPM അടക്കമുള്ള സഖ്യം മത്സരിക്കുന്നു. അങ്ങനെ ഒരു ത്രിതല പോരാട്ടം നടന്ന സംസ്ഥാനമാണ്. എന്തായാലും BJP ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് BJP പലയിടങ്ങളിലേക്കും കടന്നു ചെല്ലുമെന്നും പ്രവചിക്കുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസ് തള്ളിക്കൊണ്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ 22 സീറ്റ് എന്ന കഴിഞ്ഞ വർഷം 2019 മികച്ച മുന്നേറ്റം തൃണമൂൽ കോൺഗ്രസ് നടത്തുമെന്നാണ് അവകാശപ്പെടുന്നത്. ഏതാണ്ട് 30-ലധികം സീറ്റ് എന്ന ഒരു സംഖ്യയാണ് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്നാൽ BJPക്ക് അത് 25-ലധികം സീറ്റുകൾ നേടുമെന്ന് BJP അവകാശപ്പെടുന്നു. എന്തായാലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് പല വിഷയങ്ങൾ, അത് സന്ദേശകാല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പൌരത്വ ഭേദഗതി നിയമം, കൂടാതെ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം, അങ്ങനെ അനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ സന്ദേശകാല വിഷയത്തിൽ പിന്നീട് BJPക്കെതിരെ ശക്തമായ പ്രതിരോധം തൃണമൂൽ കോൺഗ്രസിന് നടത്താൻ സാധിച്ചിരുന്നു. ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാണ്, 2014 മോദി തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു സമയത്ത് വെറും 2 സീറ്റ് മാത്രമേ ബംഗാളിൽ നിന്ന് BJPക്ക് ലഭിച്ചുള്ളൂ. അതിനുശേഷം 18 സീറ്റുകളായി BJP ഉയർത്തിയിരുന്നു. വോട്ട് ശതമാനം 17-ൽ നിന്ന് 40% ഉയർത്തിയതും ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിരുന്നു. സമാനമായ നിലയിൽ ഒരു മുന്നേറ്റം ഒരുപക്ഷെ BJP നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചിക്കുന്ന തരത്തിലൊരു മുന്നേറ്റം, അതായത് തൃണമൂൽ കോൺഗ്രസ് കോട്ടകൾ തകർത്തുകൊണ്ട് മുന്നേറാൻ സാധ്യത വളരെ വിരളമാണ്. പക്ഷേ അപ്പോഴും തൃണമൂൽ കോൺഗ്രസ് ചില കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP അടക്കം കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇനി അധികം നേരമില്ല, 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി ഒന്ന് ഉറ്റുനോക്കുന്നത് ബാസിർഘട്ടാണ്. പ്രത്യേകിച്ച് സന്ദേശ് ഉൾപ്പെടെയുള്ള ബാസിർഘട്ട് മണ്ഡലം, അതോടൊപ്പം തന്നെ ഡയമണ്ട് ഹാർബർ അഭിഷേക് ബാനർജിയാണ് അവിടെ മത്സരിച്ചത്. കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ സാഹചര്യം പരിശോധിച്ചാൽ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ മുന്നേറ്റം ഇക്കുറി പ്രവചിക്കുന്നില്ല. പ്രത്യേകിച്ചും 2 സീറ്റുകൾ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും ഒന്ന് ബഹ്റംപൂരാണ്. അതിരഞ്ജൻ ചൌധരി, അതോടൊപ്പം തന്നെ പിന്നീട് മുർഷിദാബാദ്, CPM സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്ന മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ്, അങ്ങനെ ചുരുക്കം ചില സീറ്റുകൾ മാത്രമേ ഇന്ത്യ സഖ്യത്തിലെല്ലാം തന്നെ അവർ കണക്കൂട്ടുന്നുള്ളൂ. നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ പോലും ഒരു വിശാല BJPക്കെതിരെ പ്ലാറ്റ്ഫോമിൽ തൃണമൂൽ കോൺഗ്രസ് സീറ്റുകൾ നേടിയാൽ പോലും ദേശീയ തലത്തിൽ BJPക്കെതിരെ പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കാൻ ഇടയാകും. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഇരുവരെല്ലാം തന്നെ ശക്തമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടെങ്കിൽ പോലും ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ, BJPക്കെതിരെ വിശാല പ്ലാറ്റ്ഫോമിൽ എത്ര അംഗങ്ങളെ ബംഗാളിൽ നിന്ന് സംഭാവന ചെയ്യാൻ കഴിയുമെന്നതൊരു ചോദ്യമാണ്. അതിനെല്ലാം ഉത്തരം 8 മണിയോട് തന്നെ നമുക്ക് ലഭിക്കും. ആദ്യ ഫലസൂചനകൾ ഇങ്ങോട്ടേക്കെന്ന് 9 മണിയോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ബംഗാളിലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, സംസ്ഥാനത്ത് ഓരോ ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടന്നപ്പോൾ വലിയ സംഘർഷമുണ്ടായ സംസ്ഥാനമാണ്. അത് പ്രകാരമുള്ള ഒരു നടപടികൾ, സുരക്ഷാ നടപടികൾ ഇതിനം തന്നെ സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ത്രിതല സുരക്ഷ ഒരുക്കിയാണ് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് സേന, അതോടൊപ്പം തന്നെ കേന്ദ്രസേനകൾ, ഏതാണ്ട് 92 കമ്പനി കേന്ദ്രസേനകളെയാണ് സംസ്ഥാനത്തെ പലയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. ഇന്നലെ സന്ദേശകാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രസേനകൾ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം ഗവർണർ CV ആനന്ദ ബോസ് രാജ്ഭവനിൽ ഒരു പീസ് റൂമും ഹെൽപ്പ് ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘർഷ സാഹചര്യം നേരിടാനുള്ള നടപടികളും എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയായ ഖാലിഘട്ടിൽ ഇന്ന് മമതാ ബാനർജി അവിടെ എത്തും. അവിടെ വെച്ചാകും മുഖ്യമന്ത്രി ഈ വോട്ടെണ്ണലെല്ലാം തന്നെ നിരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ പിന്നീട് മാധ്യമങ്ങളടക്കം സംസാരിക്കുന്നത് അവിടെ വെച്ചാകുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷയിലും അതോടൊപ്പം തന്നെ ആശങ്കയിലുമാണ് BJPയും തൃണമൂൽ കോൺഗ്രസും. പ്രത്യേകിച്ചും BJP വലിയ മുന്നേറ്റം പ്രവചിക്കുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് 30-ലധികം സീറ്റുകൾ നേടി ഒരു ശക്തമായ പ്രതിരോധം BJPക്കെതിരെ നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട്.
അതേസമയം ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും നിലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നമുക്കറിയാം 2021 ശേഷം പിന്നീട് സംസ്ഥാനത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP CPM കോൺഗ്രസ് സഖ്യത്തിന് നടത്താൻ സാധിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് CPMന്റെ വോട്ട് ശതമാനത്തിൽ നേരിയ മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനുള്ള വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്, ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്താകും ബംഗാളിന്റെ ജനവിധി എന്നത് വൈകാതെ നമുക്ക് അറിയാം. ഗോപി, വിജയകുമാർ. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.